ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ ഗായ്സ്, നമ്മളെ സ്പെഷ്യൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഉമ്മ ഉണ്ടാക്കിയ ചോറും കറിയും, പിന്നെ ഒരുത്തൻ സ്കൂളെല്ലാം പോയി വന്നിട്ട് എണീച്ച ഓൻ്റെ കുറേ കോപ്രായങ്ങളും, അതെല്ലാം ഇന്നത്തെ വീഡിയോ ഗായ്സ്. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നടക്കാം. ഞാൻ നയിക്കുന്നേ ചോറ് കണ്ട ഷെയ്പ്പ നല്ല ചോറും കഴിച്ച് വെള്ളം കുടിച്ച് നല്ല മുളപ്പല ഇവനൊക്കെ നോക്കി ഗായ്സ്, ഒരണങ്ങിയ പോലെ എന്താ പറയണ്ടേ, വെള്ളവും കുടിച്ച് എപ്പിങ്ങ ചോറും തിന്ന് എന്താ ചെയ്യുക. ഇവന്റെ കഷ്ടപ്പാട് എന്ന് പറയുന്ന ഇവന്റെ അവസ്ഥ നോക്കുകയുണ്ട് ഗായ്സ്. ഇവനിങ്ങനെ ചോറ് തിന്നണോ വേണ്ടയോ എന്നുള്ള ആലോചനയുള്ളത് ഗായ്സ്. അപ്പോൾ ഇവൻ്റെ അവസ്ഥ എന്താ നമുക്കറിയില്ല, നമുക്ക് ചോദിച്ചേക്കാം. ഷിഫാസ്, എന്നാണ് നിന്റെ പ്രശ്നം പറയൂ. നല്ല ചോറും ചെമ്മീൻ കറിയും പിന്നെ ഇണറും അച്ചാറെല്ലാം ഉണ്ട് ഉമ്മാമ്മൻ്റെ സ്പെഷ്യൽ. അത് നിനക്ക് ചോറ് വേണ്ടത്. എന്താ നിന്റെ പ്രശ്നം പറയൂ. ഒരു മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റും കൂടി ഉറങ്ങിക്കോ, 2 മിനിറ്റ് ഉറങ്ങിക്കോ. പക്ഷെ നീ ചോറ് തന്നിട്ട് പ്രശ്നം പറയും. എന്താ നിന്റെ പ്രശ്നം പറയൂ എന്റെ പ്രശ്നം എന്താ? നിനക്ക് എന്നാ ചോറ് വേണ്ടത്? ഉറക്ക് വരുന്നുണ്ടോ? എപ്പോഴും രാത്രി ഉണ്ട്. രാവിലെ എണീക്കൂല. ഇവൻ 8 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കൂല എന്ന് പറയുന്നത് ഗായ്സ്. അപ്പോൾ ഇവനിക്ക് എന്തോ കാര്യമായിട്ടുള്ള ഉറക്കിൻ്റെ എന്തോ പ്രശ്നമുണ്ട് ഗായ്സ്. ഷിഫാസ് ഉറങ്ങുകയാണ്. ഉറങ്ങടാ. 9 മണിക്കാ ഗായ്സ്. ഇവൻ 9 മണിക്കൂർ ഉറങ്ങുമോ? 9 മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഗായ്സ് ഇവനെ ഉണ്ടാവും. എന്നിട്ടും പറയുന്നത് ഇവൻ ഉറങ്ങുന്നില്ല ഗായ്സ്. എന്താ ചെയ്യുക? 9 മണിക്കൂർ നീ ഉറങ്ങുന്നുണ്ടെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്കൊന്നും ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല. എന്താ ഇവന്റെ അവസ്ഥ ഗായ്സ്? ഇത്രയും ഭാഗ്യമുള്ള ഇവൻ പറയാ രാവിലെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഗായ്സ്. ഇവനെ ഒലക്കം കൊണ്ടടിക്കണം. 6 മണിക്ക് എണീക്കണം, എന്നിട്ട് പല്ല് വെക്കണം, എന്നിട്ട് ഡ്രസ് മാറ്റി, എന്നിട്ട് ചായ കുടിക്കണം, എന്നിട്ട് പല്ല് വെക്കണം, എന്നിട്ട് പല്ല് വെക്കണം. പല്ലേക്കണ്ട, നീ പല്ലേക്കാണ്ട് പോട്. പല്ലേക്കണോ, കുളിക്കണോ, ഇതെല്ലാം ആഴ്ചക്ക് ഒരിക്കലേ നീ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ചെയ്യുന്നുണ്ടോ? ബാത്റൂമിൽ പോകണ്ട. നീ ബാത്റൂമിൽ പോകാണ്ട് തന്നെ നേരെ പോട്. ബാത്റൂമിൽ പോകണോ, ഡ്രസ് ഇടണോ, അവിടെ 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങൂ, 7:10 ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. 7:10 ബസ് വരും, 7:12. വളരെ കഷ്ടപ്പാടാണ് ഗൈസ്, വളരെ കഷ്ടപ്പാടാണ് ഇവന്റെ അവസ്ഥ. ജീവൻ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വളരെ കഷ്ടപ്പാടുള്ള വ്യക്തിയാണ്. കാരണം ലൈഫിൽ 9 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, രാവിലെ എണീക്കണോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണോ, അങ്ങനെ പല സന്ദർഭങ്ങളും കട്ടം ചെയ്ത് പോകുന്ന വ്യക്തിയാണ് ഗൈസിന്. ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ എന്നെ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് ഗൈസ്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ഷെയ്ഫാസ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഡോണ്ട് വറി, നിനക്കും ഉണ്ടാവും ഒരു കാലം. എന്താ ചെയ്യാ ഗൈസ്? ഇവന്റെ കഷ്ടപ്പാട് പെട്ടെന്ന് തന്നെ എല്ലാം കൊണ്ടും എന്താ പറയുക ലെവലായിട്ടെന്ന് നമുക്ക് പറയാം. വേറെ ഒന്നും പറയാനുള്ള ഗൈസ്, വളരെ കഷ്ടപ്പാടുള്ള വ്യക്തിയാണ്. വളരെ ലോകത്തിന്റെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല ഗൈസ്. ഇവനക്ക് ഉറക്കില്ലാത്തതും രാവിലെ സ്കൂളിൽ പോണതാണ് ഇവന്റെ പ്രശ്നം ഗൈസ്. വല്ലാത്ത ജാതി ഗൈസ്. വന്നിട്ട് ട്യൂഷനും കൂടി പോണം ഗൈസ്. അപ്പൊ വളരെ അധികം 5 മണിക്ക് കൂട്ടാൻ പറ്റും. 5 മണിക്ക് 6 മണിക്ക് 7:30 ബസ് വരൂ. ബസ് മദ്രസയിൽ പോണോ, പിന്നെ 8 മണിക്ക് മദ്രസയിൽ വരൂ. വളരെയധികം വിഷമമുണ്ട് ഗൈസ് ഇവന്റെ അവസ്ഥ കേട്ടിട്ട്. എനിക്ക് കുറച്ച് നിങ്ങളോട് ഈ വിഷമം അറിയിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് കൊടുത്തിട്ടുണ്ട് ഭാര്യക്കൊരു. പക്ഷെ മാഷാഅല്ലാഹ്, പക്ഷെ ഈ കഷ്ടപ്പാടിന്റെ ഇടയിലാണ് ഇവൻ ജീവിക്കുന്നത് ഗൈസ്. വളരെയധികം വിഷമം തോന്നുന്നു. ഷിഫാസ്, എല്ലാത്തിനും സമയമുണ്ടടാ, സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ആൻഡ് സീ ഷിഫാസ്, വെയിറ്റ് ആൻഡ് സീ. എല്ലാം റെഡിയാവും ഷിഫാസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇതെല്ലാമാണ് ഇവിടെ പൊതുവെ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉമ്മാന്റെ സ്പെഷ്യല് നല്ല ചെമ്മീൻ വരട്ടടിച്ചതും നമ്മളെ നാടൻ ചോറും പിന്നെ ഇതെന്തിൻ്റെയോ തലയാണ് ഗൈസ്. പിന്നെ ഇതാ ഷെയ്ഫ് ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് അറ്റാക്ക്. ഷെയ്പ്പാ
എനിക്കെന്താ പറയാനുള്ള ചോറ് എങ്ങനെയാണ്? രസമുണ്ടോ? അടിപൊളിയാണോ? എങ്ങനെ? എന്ത് പറഞ്ഞാലും നമ്മളെ ഉച്ചക്കത്തെ ചോറ് ഈ പ്ലേറ്റ് കഴിക്കൂലേ, ഈ പ്ലേറ്റ് കഴിക്കുമ്പോൾ എന്നുള്ള ഒരു നൊസ്റ്റാൾജി പോലെ തന്നെ ഗൈസ്. പ്രത്യേകം സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ നമുക്ക് എന്താ അറിയില്ല, ഇതിൽ കഴിക്കുമ്പോൾ ഒരു നമ്മളൊരു നൊസ്റ്റാൾജി എന്നെല്ലാം പറയുന്നില്ലേ, അത് ഇതിൽ കഴിക്കുമ്പോൾ കിട്ടും ഗൈസ്. ഷെയ്ഫ, നിന്റെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞതിൽ യോജിക്കുന്നുണ്ടോ? ഉണ്ടാ ഉണ്ടാ ഉണ്ടെങ്കിൽ ഉണ്ട് പറ. ഉണ്ടാ? ആ ഗൈസ്, ഓളും പറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നല്ല ചെമ്മീൻ്റെ മാറ്റി വെച്ചതും ചോറും ഗൈസ് പൊളി.